ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ രാവിലെ ഇന്ന് അമ്മൂന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ അമ്മൂനെ സ്കൂൾ ബസ് കയറ്റി വിടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് അമ്മൂൻ്റെ ബസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അപ്പോൾ കുറച്ച് കാലമായിട്ട് പെൻഡിങ് ആയിട്ട് കിടക്കുവാണ് ഈ വടിപണി. അപ്പോൾ പതുക്കെ അവർ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അമ്മൂനെ നമുക്ക് സ്കൂളിൽ ബസ് കയറ്റി വിട്ടിട്ട് വേണം ജിമ്മിൽ പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഞാൻ ഓട്സ് ഉണ്ടാക്കിട്ടോ. എന്തായാലും ഓട്സാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓട്സും ചിയാ സീഡൊക്കെ ഇട്ടിട്ട് നമ്മൾ തലേന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് അങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഉണ്ട് കേട്ടോ. പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനത്തെ ഒരു നമുക്ക് ഓട്സ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് രാവിലെ എടുത്ത് കഴിയുമ്പം ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്ത് വേണേലും കട്ട് ചെയ്തിടാം. ബദാം ഇടാം, കാഷ്യൂ, അങ്ങനെ എന്ത് സാധനം വേണേലും. കാഷ്യൂ ഇടണ്ട, മറ്റേ നമ്മുടെ ഉണക്കമുന്തിരി അതൊക്കെ ഇടാം. ഉണക്കമുന്തിരി ഞാൻ തലേന്ന് തന്നെ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തൈര് ആഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചപ്പോൾ തൈര് ആഡ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇന്ന് രാവിലെ എടുത്തപ്പോൾ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തു. തൈര്, ഹണി ഇതും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏത് ഫ്രൂട്ടാണ് നമ്മുടെ കയ്യിലുള്ള പഴമോ പൊമിഗ്രാനറ്റ്, ആപ്പിൾ, അങ്ങനെ എന്ത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു ബൗളിനകത്താക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇതാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര വിശപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ വിശപ്പില്ല. വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് കുറച്ച് വിശപ്പ് കുറവായിരിക്കും. എന്നാലും നമ്മൾ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അങ്ങനെ ഞാനിത് ഇങ്ങനെ 2 ബൗളിനകത്താക്കി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തലേന്ന് തന്നെ തൈര് നമുക്ക് ആഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഇതിനകത്ത്. അല്ലെങ്കിൽ പാല് മാത്രമായിട്ടാണെങ്കിലും വെക്കാം കേട്ടോ. വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, പാല് പറ്റാത്തവർക്ക് വെള്ളമായാലും മതി. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് സൺഫ്ലവർ സീഡ്, പിന്നെ പംകിൻ സീഡ്, അങ്ങനത്തെയും കൂടെ 2 കൂടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ എല്ലാവർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിർബന്ധവുമില്ല. ചിയാ സീഡ് മാത്രം പാലുമായിട്ട് സോക്ക് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും, ഓട്സ് ഇട്ടില്ലെങ്കിലും. പക്ഷേ ഓട്സ് ഇടുന്നതാണ് ഒന്നും കൂടെ നല്ലത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മുട്ട എടുത്തിട്ട് കേട്ടോ. മുട്ടയും കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് വിശക്കുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് വരും. അപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുമ്പേ കുറച്ച് ബസുമതി റൈസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ച് വന്നിട്ട് അത് ഞാനൊന്ന് കഴുകിയെടുത്ത് നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് പാത്രത്തിനകത്താക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, വെജിറ്റബിൾ റൈസാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഭയങ്കര ഗംഭീര വെജിറ്റബിൾ റൈസൊന്നുമല്ല, ജസ്റ്റ് ഈ ബസുമതി റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾ കട്ട് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഡയറ്റിൻ്റെ ഉള്ള രീതിക്ക് ചെറിയ രീതിയിൽ ഒരു ഓയിലോ മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ, വേറൊരൊന്നും ചേർക്കുന്നില്ല. അപ്പം ഞാൻ കുറച്ച് ഇങ്ങനത്തെ എന്താ പറയുക ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബീൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട്, അപ്പോൾ കുറച്ച് തണുപ്പായിട്ടായിരിക്കുന്നത്. അതൊന്ന് കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നാൽ മതി. ഒരുപാട് കിടന്നാൽ പിന്നെ ഒരു വെള്ളച്ചൊവയായി പോട്ടെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഫ്രീസറിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഒരു ടേസ്റ്റായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് പെട്ടെന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 1-2 പീസോ ഇതിനകത്തുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. കുറച്ച് ഗ്രീൻ പീസ്, പിന്നെന്താ ക്യാരറ്റിൻ്റെ കട്ട്, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഈ റൈസും കൂടെ ഇട്ടൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ചുമ്മാ റൈസ് മാത്രമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കി ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ പിന്നെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് മാത്രം ചിക്കൻ കറിയും അങ്ങനെ കൂടുതൽ ഗ്രേവി ടൈപ്പൊന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്തൊക്കെ കഴിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. കൂടുതൽ മസാലകൾ കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും നമ്മുടെ ഡയറ്റ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിതാ ആ റൈസിന് ഇരട്ടി വെള്ളം ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിലും കൂടെ ഞാനൊന്നിട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനിത് കഴുകി വെള്ളമൊക്കെ പോയ റൈസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇരട്ടി വെള്ളമല്ല, കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഊറ്റിയെടുത്താലും മതി. ഗീ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കൂടുതലും വെള്ളത്തിൽ അതിനെ വെച്ച് പറ്റിച്ചെടുക്കുകയുള്ളൂ കേട്ടോ. ഞാനിങ്ങനെ വാർത്തെടുക്കാറില്ല. അപ്പോൾ ഇത് മാത്രം ഞാൻ അങ്ങനെ ഒന്ന് വാർത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്നറിയില്ല, ഇതൊരു പശവശപ്പ് പോലെ എനിക്കങ്ങ് ഒരു സെപ്പറേറ്റ് ആയി കിട്ടുന്നില്ല ഈ റൈസ്. ഇങ്ങനെയെല്ലാം ഒട്ടിപ്പിടിച്ചൊരു ഫീലാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച എണ്ണയൊക്കെ ആഡ് ചെയ്യുമ്പം സെപ്പറേറ്റ് ആയി കിട്ടുമെന്ന് ഓർത്തു, പക്ഷേ അങ്ങനെ ആയില്ല. പിന്നെ ഇത് ഞാൻ കഴുകാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വെജിറ്റബിൾസ് അതും ഞാൻ അതിനകത്തേക്ക് കുറച്ച് എണ്ണയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. എണ്ണയും കൂടെ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട വേകാനായിട്ട്. ഓൾറെഡി അതൊരു ഹാഫ് കുക്ക്ഡ് ആണല്ലോ സാധനം. അപ്പം
പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ പിന്നെ അതിനെ ഒന്ന് അതിനകത്തിട്ടൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക, വഴട്ടിയൊക്കെ എടുത്തു. എന്നിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇപ്പോൾ ഓൾറെഡി വെന്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി വേവ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ഞാൻ ലെമണൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അതാണോ എന്താ സംഭവം എന്നറിയില്ല. ഞാൻ പിന്നെ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ വേറൊരു പാത്രമാണ് കൂടുതൽ കുറച്ചും കൂടെ വലിയ വിസ്താരമുള്ളൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു പർപ്പസ് അല്ലേന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പിന്നെ സാധാ ഒരു പാത്രത്തിലങ്ങ് ഉണ്ടാക്കി നമ്മളങ്ങ് വേവിച്ചെടുക്കുകയോ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് റൈസിൻ്റെ ക്വാണ്ടിറ്റിയും കൂടിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ ഒരു ചെറിയൊരു ഒരു ഗ്ലാസ് അരിയാണ് വെള്ളത്തിലിട്ടത്, പക്ഷേ കൂടുതലായിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, ഉണ്ടാക്കി എടുത്ത് എന്തായാലും ഉണ്ടാക്കി എടുത്തു. അപ്പോൾ റൈസ് വെജിറ്റബിൾ കട്ടും കുറച്ചുണ്ടായിരുന്നുള്ളൂ. കണക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തെറ്റിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ് കറി നല്ലതാണ് കേട്ടോ. പരിപ്പ് കറി ഞാൻ ഈ ബസ്മതി റൈസിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത്. അപ്പം ഡയറ്റൊക്കെ ആണെങ്കിൽ പരിപ്പ് കറി അടിപൊളി സാധനമാണ്. ഇതിൻ്റെ കൂടെ ചിക്കൻ കറി അങ്ങനെ വലിയ മസാലക്കറികളൊന്നും നമ്മൾ കഴിക്കില്ലല്ലോ. പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും ഒരു ചെറിയൊരു അച്ചാറും കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിലും ഓക്കെയാണ്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. എന്തോ ഭയങ്കര ഒരു കുഴഞ്ഞൊരു ഫീലായിട്ടൊരു വേറെ ആയിട്ട് അങ്ങനെ കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു. അധിക സമയമൊന്നും കിടന്നില്ല. അപ്പോഴത്തേക്ക് അമ്മൂനെ കൊണ്ടുവരാറായി. അമ്മൂനെ കൊണ്ടുവന്നു. അമ്മു വന്നു. അമ്മ ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അമ്മൂന് ട്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മും കൂടെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾക്കൊരു ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോകും. അപ്പോൾ ഞാനും അമ്മുവാണ് ഇപ്പോൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമ്മു അതിൻ്റെ ഇടയ്ക്ക് അമ്മു പഠിച്ച അമ്മു ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും കേട്ടോ. അപ്പോൾ അതാ ചുമ്മാ ഞാനൊന്ന് ഷൂട്ട് ചെയ്താൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനൊന്ന് ശ്രമിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.